വാഹനാപകടത്തിൽ മരിച്ച എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ CPO ജിനേഷ് ജോണിന്റെ അവയവങ്ങൾ 6 പേരുടെ ജീവന് തുണയാകും. ജിനേഷിന്റെ കണ്ണുകൾ 2 പേർക്ക് വെളിച്ചവും ഹൃദയവും വൃക്കകളും കരളും 4 പേരുടെ ജീവനും നിലനിർത്തും. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് ജിനേഷിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിനെ തുടർന്നാണ് ഉറ്റവർ ജിനേഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിന് ജിനേഷിന്റെ ഭാര്യ ധന്യയുടെ സമ്മതപത്രം വാങ്ങിക്കുക എന്നതായിരുന്നു ഏറ്റവും ദുഃഖകരമായത്. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലെ നന്മ തൊട്ടറിഞ്ഞിട്ടുള്ള ധന്യ ഇതിന് ഒട്ടും മടി കാണിച്ചില്ല. 1 വർഷം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വർഷത്തെ സ്നേഹം സമ്മാനിച്ച യാത്രയായ തൻ്റെ പ്രിയതമൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വിറയാർന്ന കയ്യാൽ ധന്യ ഒപ്പുചാർത്തിയപ്പോൾ ജീവനും ജീവിതവും ലഭിച്ചത് 6 പേർക്കാണ്. തിങ്കളാഴ്ച രാത്രി 8:30 വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി മരണം സ്ഥിരീകരിച്ച് 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത അവയവങ്ങൾ സ്വീകർത്താക്കൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. കല്ലേറ്റുംകര കളത്തിങ്കൽ ജോണി സലീന ദമ്പതികളുടെ മകനായ ജിനേഷ് 2007 പോലീസ് സർവീസിൽ കയറിയത്. തൃശൂർ ട്രാഫിക് പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജിനേഷ് 1 വർഷം മുൻപാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയത്. സഹപ്രവർത്തകരോടും സ്റ്റേഷനിൽ എത്തുന്നവരോടും എളിമയോടും സ്നേഹത്തോടും കൂടിയാണ് ജിനേഷ് ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിനേഷിന് യാത്രാമൊഴി നൽകുമ്പോൾ ഏവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞത്. TCV ന്യൂസ്, എരുമപ്പെട്ടി.